ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സാൻഫോർഡിൻ്റെ ഒരു സി ടൈപ്പ് ചാർജർ ഉപയോഗിക്കുന്ന അതുപോലെ ഫോക്കസിംഗ് ഒക്കെ ഉള്ള ഈ ടോർച്ച് എങ്ങനെ റിപ്പയർ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ സി പോർട്ട് നമ്മൾ ചാർജർ കണക്ട് ചെയ്തിട്ട് അനക്കുമ്പോഴേ ലൈറ്റ് കത്തുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. ഇത് മോഡല് SF6306 SLC എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് നമുക്കിത് എങ്ങനെ അഴിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഇത് അഴിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ്, പുതിയതായിട്ടൊക്കെ അഴിക്കുന്നവർക്ക് ഒരു പ്രശ്നമായിട്ടായിരിക്കും കാണിക്കുന്നത്. നമുക്കത് നോക്കാം. അത് നമ്മളതിൻ്റെ ബാറ്ററി നമ്മൾ അഴിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് അഴിക്കാം. ഫ്രണ്ടിൽ ഈ ഭാഗത്തോട് നമുക്ക് അഴിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ലെൻസ് ഉണ്ട്. അത് നമ്മളെ ഇതിൻ്റെ വെളിച്ചം ഫോക്കസിന് ഉപയോഗിക്കുന്ന സാധനമാണ്, കേട്ടില്ലേ? നമ്മൾ ആ ലെൻസ് നമ്മൾ എടുക്കണം. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇത് അഴിക്കേണ്ട രീതിയാണ് നമ്മൾ നോക്കുന്നത്. സാധാരണ നമ്മൾ ഒരു ടീസർ ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ച് നമ്മൾ മുകളിൽ പിടിക്കുകയാണെങ്കിൽ ഇത് അഴിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ടോർച്ചിൻ്റെ അടിഭാഗത്ത് ഈ ഭാഗത്ത് നമ്മൾ പിടിച്ചിട്ട് വേണം ഇതിങ്ങനെ അഴിച്ചെടുക്കാൻ. ഓക്കെ, കണ്ടില്ലേ? ഇതിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ചാൽ അഴിയത്തില്ല, ബാക്ക് വശം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളൊന്ന് സ്ക്രൂ ഡ്രൈവർ ഒന്ന് ഉപയോഗിച്ചിട്ട് ബാക്കിലൊന്ന് തള്ളി വിട്ട് കഴിഞ്ഞാൽ സർക്യൂട്ട് ബോർഡെല്ലാം വെളിയിൽ വരും. ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് അഴിക്കാൻ സാധിക്കും. കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് നോക്കാം. എന്താണ് ഇത് കത്തുകയും കിടുകയും ചെയ്യുന്നത്? അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ക്യാബിന് നമുക്ക് അഴിക്കണം. ക്യാബിന് സി പോർട്ടിൻ്റെ ഇപ്പോൾ ഇത് കംപ്ലൈൻറ്റ് നമ്മൾ മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടതാണ്. ഞാനത് പരിഹരിച്ചിട്ടാണ് നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത്. ഇതിനകത്ത് ഈ പ്രിൻ്റ് കട്ടായിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഈ പ്രിൻ്റ് നെഗറ്റീവിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന ഭാഗം കട്ടായിരിക്കുമായിരുന്നു. അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ആ കട്ടായ നിങ്ങളെ ഒന്ന് കാണിക്കാം.